നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ 6 പേരും സജീവമാണ്. കൃഷ്ണകുമാറിന്റെ 4 മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി സിന്ധുവും മക്കൾ അഹാനയും, ദിയ കൃഷ്ണയും, ഇഷാനി കൃഷ്ണയും, ഹൻസിക കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തം വീട്ടിലേതെന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം. മക്കളിൽ അഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തത്. കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് കൂടുതൽ വരുമാനം ഇന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാൾ. കൃത്യമായ ഇടവേളകളിൽ വ്ലോഗുകൾ സിന്ധു പങ്കിടും. മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിന്റെ വ്ലോഗുകളിൽ പ്രത്യക്ഷപ്പെടും, വിശേഷങ്ങൾ പങ്കുവയ്ക്കും. കഴിഞ്ഞ ദിവസമാണ് അഹാന കൃഷ്ണ തന്റെ 30ാം പിറന്നാൾ ആഘോഷത്തിന്റെ വ്ലോഗ് യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടത്. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്ത് ആഘോഷമായി തന്നെയാണ് അഹാന പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. പിറന്നാളിന് മുന്നോടിയായി തന്റെ വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടി വെച്ച കാശിന് ഒരു BMW കാർ അഹാന സ്വന്തമായി വാങ്ങിയിരുന്നു. അതിന്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു. ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് കൃഷ്ണകുമാറും കുടുംബവും കടന്നുപോകുന്നത്. മക്കൾ 4 പേരും ഉയരങ്ങളിലെത്തി സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഒപ്പം പേരും പ്രശസ്തിയും. സിനിമാ രംഗത്തോ സീരിയൽ രംഗത്തോ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ. കരിയറിലും ജീവിതത്തിലും ബുദ്ധിമുട്ടിയ നാളുകളുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ലഭിക്കുന്ന ജനശ്രദ്ധയുടെ മൂല്യം നന്നായി ഇദ്ദേഹത്തിനും കുടുംബത്തിനും അറിയാം. സോഷ്യൽ മീഡിയയാണ് കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ജീവിതം മാറ്റിമറിക്കുന്നത്. കൃഷ്ണകുമാറിനെ പോലെ മക്കൾക്കും സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാനായിട്ടില്ല. എന്നാൽ ബിഗ് സ്ക്രീൻ നൽകാത്ത പേരും പ്രശസ്തിയും സോഷ്യൽ മീഡിയ ഇവർക്ക് നൽകി. ജീവിതത്തെക്കുറിച്ച് സിന്ധു കൃഷ്ണ തന്റെ പുതിയ വ്ലോഗിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധു കൃഷ്ണയുടെ പിറന്നാൾ ദിനത്തിൽ സിന്ധുവും കൃഷ്ണകുമാറും മകൾ അഹാന വാങ്ങിയ പുതിയ കാറിൽ യാത്ര ചെയ്തിരുന്നു. ഇതേക്കുറിച്ചാണ് സിന്ധു കൃഷ്ണ സംസാരിച്ചത്. കുറച്ച് പ്രായമാകുമ്പോൾ ബർത്ത്ഡേക്ക് ഒരിടത്ത് യാത്ര പോയി താമസിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ സില്ലിയായി തോന്നാം. പക്ഷെ ജീവിതം ആസ്വദിക്കണം. നമ്മൾ ജീവനോടെ ഇരിക്കുന്നു, ആരോഗ്യമുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, ജോലി ചെയ്യാൻ പറ്റുന്നു, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഓക്കെ ആയിരിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കിയാലേ ചുറ്റുമുള്ളവർ മനസ്സിലാക്കൂ. കുട്ടികളുടെ കാര്യങ്ങളെല്ലാം സ്പെഷ്യലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കിച്ചു ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ കംഫർട്ടാണ്. അമ്മുവിന്റെ കാർ കിച്ചു ആദ്യമായാണ് ലോങ് ഓടിക്കുന്നത്. കിച്ചുവിന് വളരെയധികം സന്തോഷമായി. എന്നോടൊരു കാര്യം പറഞ്ഞു. ചെറുപ്പത്തിൽ പലരുടെയും വില കൂടിയ കാറുകൾ കാണുമ്പോൾ നമ്മൾ നോക്കും. പക്ഷെ സുഹൃത്തിന്റെ കാർ എടുത്ത് ഓടിക്കാൻ മടി കാണും. നമ്മൾ എടുത്തിട്ട് തട്ടുകയോ മുട്ടുകയോ ചെയ്താലോ? കിച്ചുവിന് ഇങ്ങനത്തെ കാറുകളൊക്കെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളയാളാണ്. ഇന്നലെ കിച്ചു പറഞ്ഞത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട അച്ഛനാണ്, എന്റെ മകൾ വാങ്ങിയ കാർ ഓടിക്കാൻ പറ്റിയെന്നൊക്കെയാണ്. അത് കേൾക്കാൻ നല്ലതായിരുന്നെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു. അതേസമയം തന്നെ അഹാനയെക്കുറിച്ച് സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും പറഞ്ഞ വാക്കുകളെല്ലാം അടുത്തിടെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കഴിഞ്ഞ അഹാനയുടെ 30ാം പിറന്നാൾ ദിനത്തിലാണ് വളരെ വികാരധീനനായി അച്ഛനും അമ്മയും സംസാരിച്ചത്. മാത്രമല്ല, 30ാം പിറന്നാൾ ആഘോഷിച്ച നടിയും ഇൻഫ്ലുവൻസറുമായ അഹാന കൃഷ്ണയ്ക്ക് ഏറ്റവും ഹൃദ്യമായ പിറന്നാൾ ആശംസ അറിയിച്ചത് സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ലായിരുന്നു, സ്വന്തം കുടുംബം തന്നെയായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും പിറന്നാൾ ദിനത്തിൽ അഹാനയെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു. അഹാന തന്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണെന്നാണ് അമ്മ സിന്ധു കൃഷ്ണയും പറഞ്ഞത്. എന്റെ കൂട്ടുകാരിയും സംരക്ഷകയുമായി 3 പതിറ്റാണ്ട് മുമ്പ് എന്നിലെ ഒരു ഭാഗം എനിക്ക് പുറത്തു വളർന്നു. അവളുടെ സ്വപ്നങ്ങളെക്കാൾ മുമ്പ് എന്റെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നയാൾ. വളരെ നേരത്തെയാണ് നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷെ അതായിരുന്നു എൻ്റെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗം. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പരമാവധി ശ്രമിക്കുന്ന, എന്നെ നോക്കുന്ന ഫെയറി ഗോഡ് മദറെ എനിക്ക് മകളായി ലഭിക്കാനായിരുന്നു വിധി. സ്ട്രോങ്ങും സപ്പോർട്ടീവുമായ മകളായതിനും പേരക്കുട്ടിയായതിനും സഹോദരിയായതിനും നന്ദി അമ്മു. തങ്ങളുടെ ജീവിതത്തിൽ ഒരു അമ്മു ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചെന്ന് ഒരുപാട് അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കൂ. എപ്പോഴും ചെയ്യുന്നത് പോലെ പോസിറ്റിവിറ്റി പരത്തും. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ചെയ്ത ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി. എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് കഴിഞ്ഞു. ഇനി വരാനുള്ളത് ജീവിതത്തിലെ ചെറിയ ബോണസാണ്. നിന്നോടൊപ്പം ഇനിയും ഓർമ്മകൾ ഉണ്ടാക്കാൻ കാത്തിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ അമ്മുക്കുട്ടി എന്നാണ് സിന്ധു കൃഷ്ണയുടെ പോസ്റ്റ്. അഹാനയ്ക്ക് ഞങ്ങളുടെ അമ്മുവിന് ഇന്ന് 30 വയസ്സ്. അമ്മുവിനോടൊപ്പം ഞാനും ഇന്ന് 30ാം പിറന്നാൾ ആഘോഷിക്കുന്നു. അഹാന ജനിക്കുന്നത് വരെ ഞാൻ സിന്ധുവിന്റെ ഭർത്താവ് മാത്രമായിരുന്നു. അമ്മു ജനിച്ചപ്പോൾ ഞാനൊരു അച്ഛനായി. എന്നിലെ പിതാവ് ജനിച്ചു. ഇന്ന് അഹാനയുടെ 30ാം പിറന്നാൾ. ഒപ്പം എന്നിലെ അച്ഛന്റെ 30ാം വർഷവും ഒരുമിച്ചായി ആഘോഷിക്കുന്നു. ഈ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ആരോഗ്യവും ആയുസ്സും തന്ന ദൈവത്തിന് നന്ദി എന്നാണ് അഹാനയുടെ പിതാവ് കൃഷ്ണകുമാറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. സിന്ധു കൃഷ്ണയുടെ ആ പിറന്നാൾ ആശംസ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മകൾക്കുള്ള പിറന്നാൾ ആശംസയിലും തന്നെക്കുറിച്ചാണ് സിന്ധു കൂടുതലും പരാമർശിക്കുന്നതെന്നും ഇത് ശരിയായില്ലെന്നും അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ ഈ വാദം അംഗീകരിക്കാത്തവരുമുണ്ട്. കാരണം ധനിക കുടുംബത്തിൽ ജനിച്ച് വളർന്നയാളാണ് സിന്ധു കൃഷ്ണ. ഊട്ടിയിലെ സ്കൂളിൽ പഠിച്ച, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും ജീവിച്ചയാൾ. ധനികരുടെ വിവാഹാലോചനകൾ വന്നെങ്കിലും കരിയറിൽ സ്ട്രഗിൾ ചെയ്യുന്ന നടനായ കൃഷ്ണകുമാറിനെ സിന്ധു വിവാഹം ചെയ്യുകയായിരുന്നു. അടുത്ത സുഹൃത്തുക്കളായ സുലുവിനും ഹസീനയ്ക്കും ലൂയിസ് വിറ്റണിന്റെ ബാഗുകൾ 20 വർഷം മുമ്പേ ഉണ്ടായിരുന്നു. സിന്ധു അധികം
വിലയില്ലാത്ത ബാഗാണ് ഉപയോഗിച്ചത്. തനിക്ക് വേണ്ടിയിരുന്ന ജീവിതം അനുഭവിക്കണമെന്ന് സിന്ധു കൃഷ്ണ ആഗ്രഹിച്ചിരുന്നു. അഹാന കൃഷ്ണ ആ സ്വപ്നം സഫലമാക്കി കൊടുത്തു. അഹാന തന്റെ കുടുംബത്തിന് വേണ്ടി യൂട്യൂബ് ഗെയിം തുടങ്ങി. കുടുംബത്തിന്റെ ഗതി തന്നെ മാറി. ഇപ്പോൾ സിന്ധു കൃഷ്ണ എപ്പോഴും ഡിസൈനർ വസ്ത്രങ്ങളും ബാഗുകളും ആഭരണങ്ങളുമാണ് ധരിക്കാറെന്ന് നെറ്റിസൺസ് പറയുന്നു. അതേസമയം അഹാനയുടെ പിറന്നാൾ ആഘോഷ വ്ളോഗിൽ സംസാരിക്കവേ അമ്മ സിന്ധു കൃഷ്ണ തന്റെ മകളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും അതിന് വന്ന പ്രേക്ഷകരുടെ കമന്റുകളും ചർച്ചയായിരുന്നു. ആദ്യം സംസാരിച്ചത് കൃഷ്ണകുമാറാണ്. അമ്മുവിന് ഒരുപാട് നന്ദി, ഇതുപോലൊരു നല്ല കൊച്ചിനെ പ്രസവിച്ചതിന് സിന്ധുവിനും നന്ദി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. പിന്നീടായിരുന്നു സിന്ധു സംസാരിക്കാൻ എത്തിയത്. അഹാനയും സിന്ധുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഇവരുടെ വ്ളോഗുകൾ നിരന്തരമായി ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നതാണ്. വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ പീരീഡിൽ തന്നെ കൃഷ്ണകുമാറിനും സിന്ധുവിനും ഇടയിലേക്ക് അഹാന എത്തിയിരുന്നു. അഹാനെ സ്നേഹിച്ചും പരിപാലിച്ചുമാണ് പാരന്റിംഗ് പഠിച്ചതെന്ന് സിന്ധുവും കൃഷ്ണകുമാറും തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. മകൾ എന്നതിലുപരി സിന്ധുവിന് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് അഹാനയോട് കൂടുതലായും ഉള്ളത്. എനിക്ക് ആൾക്കാരുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കാൻ ചമ്മലാണ്. ഞാനും ഒരു മൊബൈലും മാത്രമായി സംസാരിക്കാനാണ് എളുപ്പം. ഞങ്ങളുടെ വീട്ടിൽ മൈക്ക് കൊടുത്താൽ ഏറ്റവും നന്നായി സംസാരിക്കുന്ന 2 പേർ കിച്ചും അമ്മുവുമാണ്. ബാക്കി ഞാനും ഇഷാനിയും ഹൻസും ഓസിയും ഒക്കെ മൈക്ക് കിട്ടിയാൽ അത് ഉടനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പോകാൻ നോക്കും. അമ്മുവിന്റെ പിറന്നാളാണെന്ന്. എനിക്ക് അവൾ വളരെ സ്പെഷ്യലാണ്. പണ്ടൊക്കെ പിള്ളേർ കോമഡിയായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. മറ്റു 3 പിള്ളേരും എന്നോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അവർ പറയും ഞാൻ അമ്മുവാണെന്ന്. അമ്മു എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യും എന്നാണ് ഇവരുടെ വിചാരം. ഇഷാനിയും ഓസിയുമാണ് ഇത് കൂടുതലായും പറയുന്ന പേർ. ഇവർ അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ എന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. പാവം മോസിയും ഇഷാനിയും ഇടയ്ക്ക് പിറന്ന പിള്ളേരായതുകൊണ്ട് ആ ഒരു ഇതിൽ ആയിപ്പോയി അവർ. അമ്മ ഭയങ്കര നല്ല കുട്ടിയാണ്. 1.5 വയസ്സ് മുതൽ എനിക്ക് വേണ്ടി എന്ത് കാര്യത്തിനും മുന്നിൽ നിന്ന് അടിയുണ്ടാക്കാൻ വരെ തയ്യാറായിട്ടുള്ള കുഞ്ഞാണ്. എന്റെ പ്രൊട്ടക്ടറാണ്. എന്റെ എല്ലാ സ്വപ്നങ്ങളെയും സാധിച്ചു തരുന്നയാളാണ്. എവിടെ പോകണമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകും. എന്റെ ബക്കറ്റ് ലിസ്റ്റ് ഇപ്പോൾ ഖാലിയാണ്. അമ്മ അതെല്ലാം എനിക്ക് സാക്ഷാത്കരിച്ചു തന്നു എന്നാണ് മകളെക്കുറിച്ച് സിന്ധു കൃഷ്ണ പറഞ്ഞത്. സിന്ധു മൂത്ത മകളെക്കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുന്നതും അവളെ പ്രശംസിക്കുന്നതും നല്ല കാര്യമാണെങ്കിലും മറ്റു മക്കൾക്ക് സിന്ധുവിന്റെ വാക്കുകൾ ട്രോമയായിരിക്കുമെന്നാണ് വീഡിയോ വൈറലായതോടെ പ്രത്യക്ഷപ്പെട്ട ചില കമന്റുകൾ. മറ്റു കുട്ടികൾക്ക് ഈ വാക്കുകൾ ഒരു ട്രോമയാണ് സമ്മാനിക്കുക. നിർഭാഗ്യവശാൽ മാതാപിതാക്കൾക്ക് മക്കളിൽ പോലും അവരുടെ മക്കളിൽ പ്രിയപ്പെട്ടവരുണ്ട്. അമ്മയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മറ്റു മക്കൾക്ക് മൂത്ത മകളെ പോലെ അഭിനയിക്കേണ്ടി വന്നാൽ നമ്മളും അമ്മു ആണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്നത് അമ്മ കേൾക്കുമെന്ന ചിന്തയിലേക്ക് ആ കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രവൃത്തികൾ എത്രമാത്രം ആഴത്തിൽ ആ കുട്ടികളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടെന്ന് കൂടി ആലോചിച്ച് നോക്കൂ. ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല, അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കൂ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് എത്തിയിരുന്നത്.